ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിലുമണിയുടെ പിറന്നാളാവാനായിട്ടോ, അപ്പോൾ നമ്മളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരിമണിയും സഞ്ജനകളുണ്ട്, അവരെയും കൂട്ടിയിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വൈകുന്നേരം ആയിരുന്നു, എന്നാലും നല്ല എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ഉള്ള സമയമായിരുന്നു. അപ്പോൾ എന്തായാലും അവരെയും കൂട്ടി നമ്മളെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആറാട്ടുകടവ് എന്ന് പറയും, മണ്ണാർക്കാട് പൂരം നടക്കുന്ന അമ്പലം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പുഴയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ നല്ല അടിപൊളി എന്താ പറയുക, ഒരു പുല്ലും കാര്യങ്ങളും പിന്നെ അതുപോലെ സൺസെറ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്താ ഇതിലെ 5 പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് അപ്പുറത്തുള്ള മാസപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കല്ല നമ്മളിന്ന് പോകുന്നത്, നമ്മളിന്ന് ഈ ആറാട്ടുകടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ അത് അടിയിലേക്ക് ഇറക്കിയില്ല കേട്ടോ. റോഡ് സൈഡിൽ തന്നെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ സൈഡാക്കിയിട്ട് നമ്മൾ ഇറങ്ങി. കാരണം ഇനി അവിടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലീസൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് തിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. ഓ പൊന്ന ഇതിലൊക്കെ പോവാൻ പറ്റും. പിടിക്കണോ? നല്ല അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒന്നും രണ്ടൊന്നുമല്ല, കുറേ ഡ്രസ്സ് 5 കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇട്ട് റെഡിയായി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇതുപോലെ എന്താ പറയുക, ലൈറ്റൊക്കെ പോയി നല്ല ഇരുട്ടായി തുടങ്ങിട്ടോ. അപ്പോൾ നമ്മൾ വേഗം അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് മണ്ണാർക്കാട്ടേക്ക് തന്നെ പോന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി ഒരു ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ മണ്ണാർക്കാടുള്ളൊരു മന്തിക്കടയിലെത്തിട്ടോ. സഫ്രോൺ മന്തി എന്നാണ് പേര്. നമ്മൾ മണ്ണാർക്കാട് വന്നിട്ട് കുറച്ച് കാലമായി, പക്ഷേ ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ സഫ്രോൺ മന്തി കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. മക്കളും എന്തിനാ സേവനത്തിന്റെ ഉപ്പൊക്കെ എന്തിനാ ഫസ്റ്റ് ഞാൻ പോവാ, എന്നിട്ട് വന്നാ നിങ്ങള് തുറന്നു വണ്ടിയാന്ന് വെച്ചിട്ട് നീങ്ങും പറയാം. അഞ്ചോ നോക്കിക്കോ. അണിമന്തി രസമല്ലേ? ഈ ജല്ലിക്കെട്ട് മന്തി എന്താ? സുണ്ടരി മണിക്ക് എന്താ വേണ്ടത്? ബീഫ് മന്തിയോ? ബിരിയാണിയൊക്കെ എന്റെ കുട്ടി കൊടുക്കാൻ എന്താ മന്തി റൈസും കൊടുത്തോ? അങ്ങനെ നമ്മുടെ മെനു ഒക്കെ ഓപ്പൺ ചെയ്ത് 5-ൻ്റെ അടുത്ത് 5-ൻ്റെ അടുത്ത് എന്താ വെച്ചെങ്കിൽ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും മന്തി തന്നെയാണെന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് നോക്കാമെന്നുള്ള നമ്മൾ സഫ്രോൺ മന്തിക്ക് വന്നത്. അങ്ങനെ അവരിതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും ഫ്രണ്ടും ഇതുപോലെ നോർമൽ അൽഫാം മന്തിയാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും നോക്കി ലാസ്റ്റ് ജല്ലിക്കെട്ട് മന്തി കേട്ടോ പറഞ്ഞത്. എന്താണെന്ന് അറിയാതെ ഓർഡർ ചെയ്താൽ തോന്നുന്നുണ്ട്. അവസാനം അത് കുറച്ചൊക്കെ ഇതായിരുന്നു. പിന്നെ ഇതാ ഇതിൽ മണിക്കാണെങ്കിൽ ഇതുപോലെ എന്താ പറയുക, അവൾക്ക് ചെറിയ പ്ലേറ്റും അതുപോലെ ഇരിക്കാനുള്ള സംഭവം കൊടുത്തുകൊണ്ട് അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്നെന്തായാലും കുറച്ച് ഫുഡൊക്കെ കൊടുക്കണേ, ഏകദേശം 1 വയസ്സായല്ലോ. അപ്പോൾ അവൾക്ക് കുറച്ചൊക്കെ കൊടുത്ത് തുടങ്ങാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഫുഡൊന്നും അത്ര എരിവില്ലാത്തതൊന്നും നമ്മൾ അവൾക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഇതുപോലെ വെറുതെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, 5-ന് കൊടുക്കുന്ന പോലെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. പിന്നെ കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ നുള്ളിയിട്ട് കൊടുത്തു കേട്ടോ, ഫുഡ് വരുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ അതിന് മുമ്പ് ഫുഡ് വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഇളം ചൂടുള്ള കട്ടൻ ചായയും കുറച്ച് എന്താ പറയുക, അതിൽ അടിപൊളി കരാമ്പട്ടയുടെ ഇലയൊക്കെ ഇട്ടിട്ടുള്ളൊരു കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. സുലൈമാനി ഒന്നല്ല, അത് വന്നു, അത് കുടിച്ചു കുറച്ച്. അപ്പോഴേക്കും നമ്മുടെ ഐറ്റം വന്നു അല്ലേ, 2 പീസ് നോർമൽ അൽഫാമും 2 കുറേ മസാലയൊക്കെ തേച്ചിട്ടുള്ള ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള ഐറ്റമാണ്. ഞാനും ഫ്രണ്ട് നോർമലാണ് ഓർഡർ ചെയ്തത്. എന്തായാലും അതിൽ തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മളിതാ ഫുഡിൻ്റെ കുറച്ച് അടിപൊളി ഷോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചെസ് പീസ് എടുത്തു. ചെസ് പീസ് നമ്മുടെ മെയിൻ ആണല്ലോ. പിന്നെ ഇതാ ഫ്രണ്ടും റൈസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിതാ ഫുഡ് അടി തുടങ്ങിട്ടോ. ടൈറ്റ് ആവില്ല. അത്രേ ഉള്ളൂ.
എൻ്റെ കുട്ടി കുറച്ചേരം ഒതുങ്ങിയിരുന്നോളൂ ഞാൻ കഴിക്കാൻ നോക്ക്. കഴിച്ച മാമുണ്ടോ? മാമുണ്ടോ? മാമു തിന്നാച്ച കുട്ടി. ആ ഗുഡ് ഗേൾ. ഏതാണ് കുഴിമല്ലൊക്കെ തിന്നാനാ എൻ്റെ കുട്ടി. ചിക്കനാ ബീഫത്? ചിക്കനാ മുകളിലുള്ള ഗ്രേവി നീ ഇടുക. കുറേ ദിവസം എടുക്കാം ലഞ്ചായാലും പിന്നെ ഇടുക. സ്ഥലം ഉണ്ട് കേട്ടോ. ഇടേ വേണ്ടേ? അങ്ങനെ എല്ലാവരും മത്സരിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനും ഇവരുടെ സഹായം തന്നെ എടുത്തിരുന്നു. ഇവർ ആ സമയത്തൊന്ന് വണ്ടിയിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവർ രണ്ടാമത് 5ഉം സഞ്ജനി വന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ മണിയാണെങ്കിൽ എപ്പോൾ തുടങ്ങി കഴിക്കലറിയോ? ഓരോ വറ്റും പെറുക്കി പെറുക്കി കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് 2 പ്രാവശ്യമൊക്കെ പാത്രം താഴത്തേക്ക് ഇട്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്ത് മുകളിലേക്ക് തന്നെ വെച്ച് നമ്മളിതാ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. ആണോ? സത്തുമണി രസമുണ്ടോ? കഴിക്കും മാമൂണ്. മാമൂണ് അച്ചക്കുട്ടി കഴിക്കുക. അച്ചക്കുട്ടി കഴിക്കുക. അച്ചക്കുട്ടി കഴിക്കുക. നേരത്തേക്ക് നമ്മമ്മ തിന്നി. കുറെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൂപ്പൊന്നുമില്ല. വാ ഇല്ലേ അഞ്ചു വിളിച്ചു. ആ ഇല്ലാത്രേ.